ചെറിയച്ച, ചെറിയച്ച, ചെറിയച്ച. എന്താ ജിഷേ? എനിക്ക് ചെറിയച്ചനെ ഒന്ന് കാണണം. എന്താ കാര്യം? കാര്യം പറഞ്ഞാലേ വിളിക്കുന്നുണ്ടോ? നിനക്കെന്താ കുട്ടി എന്നോട് ഇത്ര ദേഷ്യം? ഞാൻ നിന്നോട് എന്ത് തെറ്റ് ചെയ്തു? എനിക്ക് ആരോടും ഒരു ദേഷ്യമില്ല. എന്റെ സ്വഭാവം ഇതാ. എനിക്കിങ്ങനെ പെരുമാറാൻ അറിയൂ. ചെറിയച്ചനെ ഒന്ന് വിളിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? എന്താ കുട്ടി ഇത്? നേരം പുലരുന്നല്ലേ ഉള്ളൂ. ജേഡി നല്ല ഉറക്കത്തില. ഇപ്പൊ വിളിച്ച ദേഷ്യം വരും. കാര്യം എന്താന്ന് വെച്ചാ കുട്ടി എന്നോട് പറ. ശരി, ഞാനൊന്ന് വീട്ടിൽ പോവാ, അമ്മയൊന്ന് കാണാൻ. ഡ്രൈവറെ വരുത്തിയിട്ടുണ്ട്, കാർ എടുക്കും. ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം? പെട്ടെന്നല്ല, ഞാൻ ഇന്നലെ രാത്രിയിൽ എടുത്ത തീരുമാനാ. ഓരോന്നോർത്ത് ഉറങ്ങാൻ കഴിഞ്ഞില്ല. എനിക്ക് ഉടനെ അമ്മയെ കാണണം. അതിന് ജേഡി ഉണർന്നിട്ട് പോയാ പോരെ? പോരാ, എനിക്കിപ്പോ പോണം. ഉണർന്നാ നിങ്ങൾ പറഞ്ഞാ മതി, ഞാൻ പോവാ. ജിഷ, നീ അമ്മ എന്തിനാ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നേ? എന്നോട് പിണങ്ങിട്ടാ? ഏയ്, ഞാനെന്തിനാ പിണങ്ങുന്നേ? നിനക്ക് എന്നോട് ഇപ്പോഴുള്ള ദയ കൂടി ഇല്ലാതാക്കാനോ? എന്റെ അമ്മേ, നിങ്ങളുടെയൊക്കെ ഇടയിൽപ്പെട്ട് ഇപ്പൊ കഷ്ടപ്പെടുന്നത് ഞാനാ. സത്യം പറഞ്ഞാ ആരെയൊക്കെ എങ്ങനെയൊക്കെ സന്തോഷിപ്പിക്കണോന്നറിയാതെ കൺഫ്യൂഷനില്ല ഞാന്. അതെന്താ അങ്ങനൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ കാരണം? എന്റെ സ്ഥാനത്ത് നീ വേറെ ചിലരെ കാണാൻ തുടങ്ങിയതുകൊണ്ടല്ലേ? അച്ഛനെ സ്വന്തമാക്കാനാ നീ പോയത്, അല്ലാതെ അമ്മമാരുടെ എണ്ണം കൂട്ടാനല്ല. ഒന്ന് പതുക്കെ പറ അമ്മേ. വലിയ അടുക്കളയിലുണ്ട്. ആ, ഇത് തന്നെ ഞാനിപ്പോ പറഞ്ഞത്. എന്റെ മകളോടൊന്ന് സംസാരിക്കണമെങ്കിൽ പോലും ഞാനിപ്പോ പേടിക്കണം. ആരെ പേടിക്കുന്ന കാര്യാ അമ്മയും മോളും കൂടി പറയുന്നേ? ഏയ്, അമ്മയ്ക്ക് ആ വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയാൻ പേടിയാന്ന് പറയായിരുന്നു. അതിന് നിന്റെ അമ്മയോട് ഇവിടെ വന്ന് നിന്നോളാം ഞാൻ എത്രയായി പറയുന്നു, കേൾക്കണ്ടേ? എന്നിട്ട് ആ വീട് പൂട്ടിയിടാനോ? അതൊന്നും പറ്റില്ല. ഞാൻ അവിടെ എങ്ങനെയെങ്കിലും കഴിഞ്ഞോളാം. പക്ഷേ വീക്കെൻഡിൽ വരുമ്പോ ഇവൾ അവിടെ വന്ന് നിൽക്കണം. ആ, നീ ഇന്ന് വീർത്ത് കെട്ടി വരുന്ന കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ. എന്റെ ഗീതേ, പഠിക്കൽ കൊണ്ടുവന്ന് കല ഉടയ്ക്കാനാണോ നിന്റെ ഉദ്ദേശം? അല്ലെങ്കിൽ തന്നെ ആ നാദരയ്ക്ക് ചില സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങിയിട്ടുള്ള സമയാ. എന്ത് സംശയം? എനിക്ക് എന്റെ മോളെ കാണാൻ ആരെയും പേടിച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല. ജേ, നീ വാ. വരവും പോക്കൊക്കെ ഇവിടുന്ന് അയക്കോ, അല്ലാത്തപ്പോ നമ്മൾ നമ്മുടെ വീട്ടിൽ കഴിയും. വാ മോളെ, വാ. അയ്യോ, ഇന്ന് എന്തായാലും ഞാൻ ഇവിടെ വിടില്ല ഗീതേ. നീയും പോണ്ട. ഞാൻ എന്റെ മോൾക്ക് ഇഷ്ടപ്പെട്ട പായസവും കറികളും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുക. നിങ്ങൾക്ക് നാളെ കാലത്ത് പോയാ പോരെ? അതെ അമ്മേ, പാവം വല്യമ്മ എനിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചതല്ലേ. നമുക്ക് നാളെ പോവാമേ. വേണ്ട, നീ നാളെ വന്നോ, ഞാൻ പോവാ. നിനക്ക് പാവമല്ലാത്തത് ഞാൻ മാത്രമാണല്ലോ. എന്തായാലും നന്നായി മോളെ, അമ്മയ്ക്ക് സന്തോഷായി. വേണ്ട മോളെ. വേണ്ടി വന്നാൽ എനിക്ക് അങ്ങനൊരു അച്ഛനില്ലാന്ന് പറയാനും മടിക്കില്ലാന്നല്ലേ ദിയ എന്റെ അമ്മ പറഞ്ഞതിന്റെ അർത്ഥം? അമ്മയെ കൊണ്ട് അങ്ങനെ പറയിച്ചത് നീ തന്നെയാണെന്ന് ഞാൻ പറയൂ. അച്ഛനെ കിട്ടാൻ വേണ്ടി സ്വന്തം അമ്മയെ അവഗണിച്ചത് പോരാഞ്ഞിട്ട് വേറൊരു സ്ത്രീയെ അമ്മയെന്ന് വിളിക്കാൻ കൂടി നീ തയ്യാറായില്ലേ? ഇതൊന്നും ഒരു പെറ്റമ്മയ്ക്കും സഹിക്കാൻ കഴിയുന്ന കാര്യം അല്ല ജയ്. അമ്മയ്ക്കും കൂടി വേണ്ടിയാ ഞാൻ ഇതൊക്കെ ചെയ്തത്. അമ്മയ്ക്ക് കൈമോശം വന്ന ജീവിതം തിരിച്ചു വാങ്ങിക്കൊടുക്കാൻ. എന്നിട്ട് എന്തായി? വാങ്ങിക്കൊടുത്തോ? ഉള്ള സങ്കടത്തിന് പുറമെ മകളും കൂടെ നഷ്ടപ്പെടാൻ പോകുന്നു എന്നുള്ള ആദിയല്ലാതെ വേറെ എന്താ നിനക്ക് കൊടുക്കാൻ പറ്റിയേ? പറ. കാത്തിരിക്കാനുള്ള ക്ഷമയില്ലെങ്കിൽ ആർക്കും ഒന്നും നേടാനാവില്ല. എന്നെങ്കിലും ഞാൻ എന്റെ ലക്ഷ്യത്തിലെത്തുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു.
ഇപ്പോഴും ഉണ്ട്. പക്ഷേ അതുവരെ കാത്തിരിക്കാൻ അമ്മ തയ്യാറല്ല. എങ്ങനെ തയ്യാറാവും? ഇത്രയും കാലം അവർ കാത്തിരിക്കുകയായിരുന്നില്ലേ? എന്നിട്ട് എന്താ അവർക്ക് കിട്ടിയത്? എന്നെങ്കിലും വരുമെന്നാശ ഭർത്താവ് മകളുടെ പ്രായമുള്ള ഒരു പെണ്ണിനെ കൊണ്ട് തിരിച്ചെത്തിയതോ? അരുതാത്ത ബന്ധുവുമായി തിരിച്ചെത്തിയ അച്ഛന്റെ കൂടെ സ്വന്തം മകൾ ഇറങ്ങിപ്പോയതോ? മതി മതി ദിയ, എരുത്തിയിൽ എണ്ണ ഒഴിക്കാനാ നിനക്ക് മിടുക്ക്. ക്ലാസ്സിൽ ഇരിക്കാനാവാതെ ഞാൻ നിന്നെയും കൂട്ടി ഇറങ്ങിയത് ഒക്കെ തുറന്നു പറഞ്ഞ് എന്റെ മനസ്സൊന്ന് തടുപ്പിക്കാനാ. എന്നിട്ടിപ്പോ ദയവ് ചെയ്ത് നീ ഇനി ഒന്നും സംസാരിക്കണ്ട. ഞാൻ നിർത്തി. നിന്റെ ആ പാവ അമ്മയുണ്ടല്ലോ, അവരൊരിക്കൽ ഇതൊന്നും സഹിക്കാനാവാതെ നെഞ്ചു പൊട്ടി മരിക്കും. അന്നേ നിന്റെ അച്ഛന്റെയൊക്കെ കണ്ണു തുറക്കും. നിർത്ത്. എന്റെ അമ്മയെ കുറിച്ച് ഒരക്ഷരം നീ ഇനി പറയരുത്. നെഞ്ചു പൊട്ടി മരിക്കും പോലും. ഇതൊക്കെ പറയാൻ നീ ആരാ? ജേ, ഞാനും എന്റെ അമ്മയും അച്ഛനുമായിട്ടുള്ള ഒരു വിഷയത്തിലും ഇനി നീ ഒന്നും തലയിട്ടേക്കരുത്, മനസ്സിലായോ? ജയ, വേണ്ട. എനിക്ക് എന്റെ അമ്മയെ ഇഷ്ടമല്ലെന്നല്ലേ നിന്റെയൊക്കെ മനസ്സില്? അച്ഛന്റെ വീട്ടിലെ സുഖസൗകര്യങ്ങൾ മതിമറന്ന് പെറ്റമ്മയെ ഞാൻ മറന്നു എന്നല്ലേ നിന്റെയൊക്കെ കണ്ടെത്തൽ? എന്നാ കേട്ടോ, എന്റെ അമ്മയോർത്ത് ഒരു രാത്രി പോലും ശരിക്കും ഉറങ്ങാൻ കഴിയാത്തോളാ ഞാൻ. ഈ കോളേജിൽ നന്നായി പഠിക്കാൻ കഴിയുന്നുള്ളത് കൊണ്ട് മാത്രം എല്ലാം സഹിച്ച് ഞാൻ പിടിച്ചു നിന്നത്. ഇനി അത് വേണ്ട. ജയ, പ്ലീസ്. വേണ്ടടി, പഠിപ്പും പദവിയും ഒന്നും ഇനി ജയിക്ക് വേണ്ട. എന്റെ അമ്മയെ മാത്രം മതി. ഞാൻ പോവാ, എന്റെ അമ്മയുടെ അടുത്തേക്ക് പോവാ ഞാൻ. ജയ, നിക്ക്. ജയ, പോവരുത്. പോവരുതെന്നാ പറഞ്ഞല്ലേ പറഞ്ഞത്. ജയ, ജയ, നിക്ക്. ഞാനും കൂടെ വരുന്നു. ജയ, ജയ. ഹലോ, അതെ. എപ്പോ? എവിടെ വെച്ച്? ഓക്കെ, ഞാൻ എന്താ വരുന്നു. എന്താ ജെഡി, എന്തു പറ്റി? പറയാം, പെട്ടെന്ന് ഇറങ്ങി. ഒരിടം വരെ പോണം. എൽദോ, എങ്ങോട്ടാ? കമ്പലാം. എന്താ ജെഡി, എങ്ങോട്ടാ? ഞങ്ങൾ ദേവി ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോവാ. ജെഡി, കാര്യം എന്താന്ന് വെച്ചാ പറ. പറയാം, വാ. അമ്മേ, അമ്മ എവിടെ? എനിക്ക് എന്റെ അമ്മയെ കാണണം. പ്ലീസ് കുട്ടി റിലാക്സ് ചെയ്യൂ, അമ്മ വരും. ഇല്ല, അമ്മ വരില്ല. ഡോക്ടർ, എന്റെ അമ്മയെ ഒന്ന് അറിയിക്കാൻ പറ, എന്നാലേ അമ്മ വരൂ. പ്ലീസ്, എനിക്ക് എന്റെ അമ്മയെ കാണണം ഡോക്ടർ. ഓക്കെ 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 സിസ്റ്റർ, പേഷ്യന്റിനെ ഇവിടെ കൊണ്ടുവന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വരാൻ പറയും. ശരി ഡോക്ടർ. എനിക്ക് അമ്മയെ കാണണം ഡോക്ടർ. എന്താ ഇത്? റിലാക്സ് റിലാക്സ്. ആ ആക്സിഡന്റിൽ പെട്ട കുട്ടിയുടെ കൂടെ വന്നവരല്ലേ? എന്താ സിസ്റ്റർ? ഡോക്ടർ വിളിക്കുന്നു. വാ. ആരെങ്കിലും ഒരാൾ വന്നാ മതി. ഡോക്ടർ, ആ ഇനി ഒരു ട്രിപ്പ് കൊടുക്കാം, പെയിനുള്ള ഇഞ്ചക്ഷൻ. ഒരു മയക്കം കഴിഞ്ഞ് വാർഡിലേക്ക് മാറ്റിയാൽ മതി. യെസ് ഡോക്ടർ. ആ, നിങ്ങൾ പേഷ്യന്റ് ആരാ? ഫ്രണ്ടാണ് ഡോക്ടർ. കുട്ടിയുടെ പേരൻസിനെ വിവരം അറിയിച്ചില്ലേ? അവരവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ആ, അമ്മയെ കാണണമെന്ന് പറഞ്ഞ് ഈ കുട്ടി വല്ലാതെ ബഹളം വയ്ക്കുന്നുണ്ട്. മനുവേട്ടാ, എനിക്ക് അമ്മയെ കാണണം. അവരെ ഉടനെ എത്തിക്കണം. ഡോക്ടർ, അത് അമ്മ. എന്താ, അമ്മ വരില്ലേ? വിവരം അറിയിച്ചില്ലെങ്കിൽ അമ്മ വരില്ല എന്നൊക്കെ ഈ കുട്ടി പറയുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് പ്രത്യേകം വിളിച്ചു പറഞ്ഞത്. അമ്മ തന്നെ വരണം, എന്നാലേ ഈ കുട്ടി റിലാക്സ് ആവൂ. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് ഇല്ല ഡോക്ടർ, ഉടനെ അറിയിച്ചേക്കാം. ഉടൻ വരുത്തണം. എന്താ മനുവേട്ടാ, എന്തിനാ ഡോക്ടർ വിളിപ്പിച്ചേ? ഏയ്, ജയ അമ്മയെ കാണണമെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് വാശി പിടിക്കുന്നു. എത്രയും പെട്ടെന്ന് അമ്മയെ എത്തിക്കാനാ ഡോക്ടറും പറയുന്നത്. എന്റെ ഈശ്വര, ഇതാകെ കുഴപ്പമാവല്ലോ. ജെഡി സാറിനെ മനുവേട്ടൻ വിവരം അറിയിച്ചതല്ലേ? അതെ, അവരിപ്പോ എത്തും. അതിനിടയിൽ ഗീതാന്റിയും കൂടെ വന്നാലോ? വന്നാലെന്താ,
ഡിസ്ചാർജ് ആയാൽ ജയക്ക് നേരെ അമ്മയുടെ കൂടെ വീട്ടിൽ പോവാം. മനുവേട്ടൻ തമാശകളാ. അതിനുവേണ്ടിയാണോ നമ്മളും കൂടി റിസ്ക് എടുത്ത് കാര്യങ്ങൾ ഇത്രത്തോളം എത്തിച്ചത്? ദേ, കാര്യങ്ങൾ ഇവിടം വരെ എത്തിച്ചാൽ നമുക്ക് കൂടി പങ്കുണ്ടെന്ന് ആരും അറിയണ്ട. എന്റെ ദിയ, ഇപ്പൊ ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ. ഈ ആൾമാറാട്ടോ ഇനിയും തുടർന്നാൽ ജയ ചിലപ്പോ നമുക്ക് ജീവനോടെ കിട്ടിയില്ലെന്ന് വരും. അപ്പോ ഏതായാലും ഞാൻ അവരുടെ അമ്മയെ കൂട്ടിക്കൊണ്ടുവരാൻ പോവാ. അതിന്റെ പേരിൽ ഈ നാടകം അവസാനിക്കുന്നെങ്കിൽ അവസാനിക്കട്ടെ. അയ്യോ മനുവേട്ടാ, ദേ ജേഡി. അവര് റിസപ്ഷനിൽ ചോദിച്ച ആകെ കുഴപ്പമാവും. എന്തു കുഴപ്പം? ഞാൻ ആ നേരത്തെ ടെൻഷനിൽ ജയ ജയദേവൻ എന്നാ പേര് നൽകിയിരിക്കുന്നത്. ജേഡിക്ക് അവള് ജിഷ വിഷമല്ലേ? മൈ ഗോഡ്, ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്നെ ഇവിടെ കണ്ട പുള്ളിക്ക് എന്തെങ്കിലും സംശയം തോന്നും. ദിയ, നീ തന്നെ ചെന്ന് എങ്ങനെയെങ്കിലും ഒന്ന് മാനേജ് ചെയ്യേ. ചെല്ലേ. ഇപ്പൊ ഐസിന്ന് റൂമിലേക്ക് മാറ്റി. 3rd ഫ്ലോറിൽ റൂം നമ്പർ 104. കയറി ചെല്ലുമ്പോ ലെഫ്റ്റിൽ 3ാമത്. താങ്ക്സ്. ഒരു ജിഷ വിശ്വം ആക്സിഡന്റ് ആയി കുറച്ചു മുമ്പ് കൊണ്ടുവന്ന. 1 സെക്കൻഡ്. എക്സ്ക്യൂസ് മീ, യാ, ജേഡി സാറല്ലേ? അതെ. ഞാൻ ദിയ, ജിഷയുടെ ക്ലാസ്മേറ്റാ. ആ, നോക്കണ്ട, ആളുണ്ട്. ഇറ്റ്സ് ഓക്കെ. മോളെ ഇത് റൂമിലാ? റൂമിലേക്ക് മാറ്റിയില്ല. 2nd ഫ്ലോറിൽ കാഷ്വാലിറ്റി ഇല്ല. ആ, സീരിയസ് ആയിട്ട് എന്തെങ്കിലും? ഇല്ല, കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. ആക്സിഡന്റ് സമയത്ത് കുട്ടി കൂടെ ഉണ്ടായിരുന്നോ? ഉവ്, ഞങ്ങൾ ഒരുമിച്ച് കോളേജ് ഗ്രൗണ്ട് വഴി റോഡിലേക്ക് ഇറങ്ങുകയായിരുന്നു. എന്തോ ഓർത്ത് ജിഷ പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്തു. ഭാഗ്യം കൊണ്ട് മാത്രമേ രക്ഷപ്പെട്ടത്. താങ്ക് ഗോഡ്. കാലിപ്പതൊക്കെ പതുക്കെ സൂക്ഷിച്ചേ. പിടിച്ചോ. ഞാൻ പിടിച്ചിട്ടുണ്ട്. എന്താ മോളെ? മോളെ, കിടന്നോളൂ. അമ്മേ, വേദന അല്ലേ? സാറില്ലേ? സാറില്ലേ? അമ്മേ. ഈ കുട്ടിയുടെ അമ്മ വന്നോ? ഇല്ല. അല്ല, കാഷ്വാലിറ്റി വെച്ച ഒരേ വാശിയായിരുന്നു അമ്മയെ കാണണമെന്നും പറഞ്ഞു. ഇവിടെ കൊണ്ടുവന്ന് ആക്കിയവരെ വിളിച്ച് ഡോക്ടർ പറയുകയും ചെയ്തതാണല്ലോ എത്രയും വേഗം അമ്മയെ അറിയിക്കാൻ. നിങ്ങൾ ഈ കുട്ടിയുടെ ആരാ? ഞാനിവളുടെ അച്ഛൻ്റെ അനിയനാ. ഓ, അത് ശരി. അപ്പോ അച്ഛനും അമ്മയും ഇതുവരെയും വന്നില്ല അല്ലേ? ഇല്ല, വരും. വേറെ ആവശ്യങ്ങളൊന്നും വന്നില്ലെങ്കിൽ ട്രിപ്പ് തീരാറാവുമ്പോ ഒന്ന് അറിയിച്ചാൽ മതി. ഓ, മോക്ക് അമ്മയെ കാണണം? വേണ്ട. പിന്നെന്തിനാ കാഷ്വാലിറ്റി വെച്ച് അമ്മയെ കാണണമെന്നും പറഞ്ഞ് വാശി പിടിച്ചത്? അത് ഞാൻ ആ സമയത്ത് ഞാൻ അറിയാതെ. ജെഡി, ചെറിയച്ചനിപ്പോ വരാം. മോള് കിടക്ക്. ചെറിയച്ച, അയ്യോ വേണ്ട. എന്നെ തനിച്ചാക്കി പോവല്ലേ? ഇല്ല, ചെറിയച്ചൻ എവിടെയും പോവില്ല. പോരാ, മോള് കണ്ണടച്ച് കിടന്നു. ട്രൈ ടു സ്ലീപ്പ്. എന്താടോ? ജെഡി, അവള് ഇപ്പൊ അമ്മയെ കാണണ്ടാന്ന് പറയുന്നത് കാര്യമാക്കണ്ട. നമ്മൾ ഈ വിവരം അവളുടെ അമ്മയെ അറിയിക്കണം. അത് കുഴപ്പമൊന്നുമില്ലാന്ന് ഡോക്ടർ പറഞ്ഞ സ്ഥിതിക്ക് വെറുതെ ഏട്ടത്തി അറിയണോ? അതല്ല ജെഡി, ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടതല്ലേ അവള്. ഈ അവസ്ഥയിൽ ആരും അമ്മയുടെ സാമീപ്യം കൊതിക്കും. അത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, പക്ഷെ ആ സാമീപ്യം നീ വിചാരിച്ചവ കിട്ടില്ലേ? നോ, അതവൾ ആഗ്രഹിക്കുന്നില്ല. ജെഡി ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ എനിക്ക് മനസ്സിലായി.
എന്നോട് അവൾക്ക് എന്തോ ഒരു അനിഷ്ടമുണ്ട്. തോന്നലാണ്. വേണമെങ്കിൽ ഞാൻ അവളോട് ചോദിക്കാം. ഏയ് ജെഡി, പ്ലീസ് വേണ്ട. എന്തായാലും ഞാൻ പോയി മണിയെടുത്തെ കൂട്ടിക്കൊണ്ടുവരാൻ തന്നെ തീരുമാനിച്ചു. ഞാൻ പോവാം, യു സ്റ്റേ ഹിയർ. വേണ്ട, അതുവരെ ജെഡിയുടെ സാമീപ്യം അവൾ ആഗ്രഹിക്കുന്നത്. ഞാൻ പോയിട്ട് വരാം. ആന്റി വീട്ടിലേക്ക് പോയതാണോ? അല്ല, നിന്റെ അമ്മയെ കൊണ്ടുവരാൻ. സത്യത്തിൽ നിനക്ക് അമ്മയെ കാണണമെന്നുണ്ട്. പിന്നെ എന്തിനാ ചെറിയച്ഛനോട് കള്ളം പറഞ്ഞ്? അത് ചെറിയച്ഛന് ബുദ്ധിമുട്ടായാലോ എന്ന് കരുതി അല്ലേ? ആ വിചാരം ഒന്നും മോക്ക് വേണ്ട. ഇനി മോക്ക് അച്ഛനെ കാണണമെന്നുണ്ടോ? പറ, എവിടെ ആയിരുന്നാലും ചെറിയച്ഛൻ കൊണ്ടുവരാം. വേണ്ട, അച്ഛനില്ലെങ്കിലും ചെറിയച്ഛൻ ഇവിടെ എൻ്റെ അടുത്തിരുന്നാ മതി. ചെറിയച്ഛൻ ഇരുന്നോളാം മോളുടെ കൂടെ. കണ്ണടച്ച് കിടന്നു. മോളെ നാദിര, അമ്മാമ്മ വന്നടി. ഒറ്റ മനുഷ്യജീവി ഇവിടെ കാണുന്നില്ലല്ലോ. എൻ്റെ അമ്മോ, ഇതേതാ ഈ പുതിയ ആത്മാവ്? അല്ല, ആരാ? മനസ്സിലായില്ലല്ലോ. എനിക്ക് മനസ്സിലായി. താൻ ധൃതി കൂട്ടണ്ട, നമുക്ക് സമയം പോലെ പരിചയപ്പെടാം. അയ്യേ, ഇതെങ്ങോട്ടാ? ഇതേ മുട്ടിപ്പായ പ്രാർത്ഥിക്കാൻ കുരിശുപള്ളിയൊന്നുമല്ല, അവിടെ നിന്നില്ലേ. ദേ, ഞാൻ എൻ്റെ നാദര കൊച്ചുമോളെ കാണാൻ മനസ്സ് മുട്ടി വന്നിരിക്കുക. വെറുതെ വഴി മുടക്കാൻ നിന്നാലേ തൈക്കൂട്ടത്തിൽ മറിയം കോശി ആരാണെന്ന് താൻ ശരിക്കറിയും. അയ്യോ, നാദര കുഞ്ഞിൻ്റെ വല്യമ്മച്ചിയായിരുന്നു. എന്നാ പിന്നെ നേരത്തെ പറയണ്ടായിരുന്നോ? നമ്മളൊക്കെ ഒരേ ചാർച്ചക്കാരില്ലോ ചേട്ടത്തി. ചേട്ടത്തിനെ കെട്ടിയ സൈമൻ കോശ എൻ്റെ ആരാന്നാ വിചാരം? ആരാ? എൻ്റെ മരിച്ചുപോയ വല്യമ്മച്ചിയുടെ സ്വന്തം ഭർത്താവിൻ്റെ സ്വന്തം ചേട്ടനല്ലയോ? ആ ഒരു ബന്ധം വെച്ച് കോശിച്ചാൽ പണ്ടേ എന്നെ വലിയ കാര്യമാ. അല്ല, ഇപ്പോഴും അത് വലിയ മാറ്റമൊന്നുമില്ല കേട്ടോ. സമയം കിട്ടുമ്പോഴൊക്കെ എന്നെ വന്ന് കാണുകയും ചെയ്യും. ആര്? 26 കൊല്ലം മുമ്പ് കുടുംബക്കല്ലറയിലെ വിശ്രമം കൊള്ളാൻ പോയ എൻ്റെ കെട്ടിയോൻ സൈമൻ കോശിയോ? അല്ലാതെ പിന്നെ എൻ്റെ ചേട്ടത്തി കല്ലറ ശരീരം മാത്രമല്ലേ ഉള്ളൂ, ആത്മാവിഞ്ഞ് പോന്നേക്കുമല്ലയോ. ഇവിടെ ആകുമ്പോൾ മിണ്ടാനും പറയാനും ഒക്കെ ഞാനുണ്ടല്ലോ. എൻ്റെ കർത്താവേ, ഇവിടെയാണോ എൻ്റെ കൊച്ചുമോളുടെ താമസം? അതെ. എന്നതാ ചേട്ടത്തി, വീട് കൊള്ളത്തില്ലയോ? പിന്നെ ഇച്ചിരി മാറിയെന്നേ, ഞാൻ അകത്തോട്ട് കയറട്ടെ. ഇനി കാ ചേട്ടത്തി, ഇതൊക്കെ ഞാൻ അകത്തോണ്ട് വെക്കത്തില്ലയോ? വേണ്ട വേണ്ട വേണ്ട, എൻ്റെ കുഞ്ഞിനുള്ള പലഹാരപ്പതി കൊണ്ടുവയ്ക്കാൻ എനിക്ക് ഒരു ആത്മാവിൻ്റെയും സഹായം വേണ്ട. താൻ അങ്ങനെ മാറിയെന്നേ. മോളെ നാദിര, ദേ അമ്മാമ വന്നിരിക്കണു. മോളെ നാദിര, ആ ഈ കൊച്ചിത് എങ്ങോട്ട് പോയിരിക്കുക? നാദിര, വിളിച്ചു കൂവിയിട്ടൊന്നും കാര്യമില്ല ചേട്ടത്തി. ഒരാത്മാവും വിളി കേൾക്കത്തില്ല. ആത്മാവ് കേക്കണ്ട, എനിക്ക് എന്റെ കൊച്ചുമോളും അവളെ കെട്ടിയോനും കേട്ടാ മതി. അവരെവിടെയാണോ? ആ, അവരാരും ഇവിടെ ഇല്ല, ആശുപത്രിയിലോട്ട് പോയിരിക്കുക. ആശുപത്രിയിലോട്ടോ? എന്നാത്തിനാ? ആ, അതൊന്നും എനിക്കറിയത്തില്ല. നാദര കുഞ്ഞിനെയും കൂട്ടി ജഡി സാർ തിരക്കിട്ട് പോണോട്ടോ. വല്ല വിശേഷം ഉണ്ടോടോ? ആ, എന്നതാ ഉണ്ടാവാൻ പാടില്ലയോ? പിന്നെ ഉണ്ടാവണ്ടായോ? അതിനല്ലയോ ഈ മറിയം കോശി നേർച്ചകളൊക്കെ നേർന്ന് കാത്തിരിക്കുന്നേ. എന്നതായാലും പലഹാരവും കൊണ്ട് ഞാൻ കൊച്ചുമോളെ കാണാൻ വന്ന സമയം കൊള്ളാം അല്ലയോടാ? പിന്നെ അസല് സമയമല്ലയോ? എന്റെ വേളാങ്കണ്ണി മാതാവേ, ഈ മറിയം കോശിയുടെ ആശയ്ക്കൊത്ത് നീ ചെയ്തല്ലോ. ഒരു കുഞ്ഞിക്കാല് കാണിച്ചു തരുന്ന ദിവസം 101 മെഴുകു തിരിയ നിനക്ക് ചുറ്റും നേർച്ച. എന്റെ മാതാവേ, അവരെവിടെ?
ആര്? മോൾ ആരെക്കുറിച്ചായി പറയുന്നേ? ഉറക്കത്തിൽ എന്തോ സ്വപ്നം കാണുമായിരുന്നെന്ന് അമ്മയ്ക്ക് തോന്നി. അമ്മയോ? പിന്നെ ദേ, ചെറിയച്ഛനും ആന്റിയും ഡോക്ടറെ കാണാനെന്ന് പറഞ്ഞ് ഇറങ്ങിയതാ. ഇപ്പൊ വരും. ആ സമയത്ത് മോളെന്നെ വല്യമ്മയെന്നെങ്ങാനും വിളിച്ചു പോയാ എന്താവും കഥ? എന്തെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് എന്റെ അമ്മയെ കണ്ടാ മാത്രം മതി. അയ്യോ മോളെ, ഒന്ന് പതുക്കെ. നിനക്ക് അപകടം പറ്റിയെന്നറിഞ്ഞപ്പോ നെഞ്ചും പൊട്ടിക്കൊണ്ട് ഓടി വന്ന ഈ അമ്മയെ നിനക്ക് കാണണ്ടേ? വേണ്ട, എനിക്ക് ആരെയും കാണണ്ട. എനിക്ക് എന്റെ സ്വന്തം അമ്മയെ കണ്ടാ മതി. നിനക്ക് നിന്റെ അമ്മയെ കാണണമെങ്കിൽ ഞാൻ വിളിച്ചുകൊണ്ടുവന്ന് കാട്ടിത്തരാം. പക്ഷേ അത് നീ ജയദേവനെ അറിയിക്കരുത്. നിന്നെ സ്വന്തം മോളെ പോലെ തന്നെയാ അവനിപ്പോ കരുതുന്നേ. അത് നീയായിട്ട് ഇല്ലാതാക്കല്ലേ. ഉറപ്പാണോ? എന്റെ അമ്മയെ കൊണ്ടുവന്ന് എനിക്ക് കാട്ടിത്തരുമെന്ന് ഉറപ്പാണോ? അതെ മോളെ. മോളുടെ ചെറിയച്ഛനും ആന്റിയും ഒന്ന് വീട്ടിലേക്ക് തിരിച്ചു പൊയ്ക്കോട്ടെ. എന്നിട്ട് എന്താ വേണ്ടെന്ന് വെച്ചാ നമുക്ക് ചെയ്യാം. മോളിപ്പോ സമാധാനമായിട്ട് കിടക്കാം. വാ.